കായംകുളം നഗരത്തിലെ അതിപുരാതനമായ ഒരു ദേവസ്ഥാനമാണ് കുറക്കാവ് ദേവീക്ഷേത്രം. വേണാട് രാജ്യത്തോളം പഴമയും പഴക്കവുമുള്ള ഈ മഹാക്ഷേത്രത്തിൽ കാര്യസിദ്ധി പൂജയാണ് പ്രധാന വഴിപാട്. മധ്യകേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായ കായംകുളം കൃഷ്ണപുരത്തെ ശ്രീ കുറക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവാതിര പൊങ്കൽ മഹോത്സവം 2015 ഡിസംബർ 26 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജ്യേഷ്ഠ സഹോദരി മാതാ കസ്തൂരിഭായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ് കുറക്കാവിലമ്മ. അതിപ്രാചീനമായ ഒരു ആചാരമായ വെറ്റില പറത്തൽ പോലെ തന്നെ കുറക്കാവിലെ പ്രധാന വഴിപാടാണ് കാര്യസിദ്ധി പൂജയും. ദിവ്യമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തിയിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളാൽ അർപ്പിതമായിട്ടുള്ള പൊങ്കൽ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിര, ആ തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയും ധനുമാസത്തിലെ തിരുവാതിരയും പുണർന്നവും ഇവിടുത്തെ ഉത്സവമായി ആചരിക്കുമ്പോൾ ഭഗവാൻ കിരാതമൂർത്തിയായിട്ട് ഭഗവാൻ പരമേശ്വരൻ കിരാതമൂർത്തി ഭാവത്തിലും ദേവി ഭദ്രകാളി സൗമ്യഭാവത്തിലുള്ള ഭദ്രകാളിയും അഭിമുഖമായി പ്രതിഷ്ഠ ഉള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ കുറക്കാവ് ദേവീക്ഷേത്രത്തിലെ ധനുമാസ തിരുവാതിര പൊങ്കൽ ഇന്ന് നടക്കുന്നു. വിവിധ ഭാഗങ്ങൾ ഏതാണ്ട് ക്ഷേത്രത്തിൻ്റെ 4-5 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് പൊങ്കാല അടുപ്പുകൾ നിരന്നിരിക്കുകയാണ്. എല്ലാവിധ സൗകര്യങ്ങളും സജ്ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നിരവധി സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ഈ പൊങ്കാല ഇന്നിവിടെ നടക്കുന്നത്. നാളെ ക്ഷേത്രത്തിലെ ഉത്സവമാണ്, തിരുവുത്സവമാണ്. നാളത്തെ പ്രത്യേകത ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യസിദ്ധി പൂജ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാര്യസിദ്ധി പൂജയുള്ള ദിവസം തിരുവുത്സവം വരിക എന്ന് പറയുന്നത് വളരെയേറെ അപൂർവമായ ഒരു സ്ഥിതിവിശേഷമാണ്. അത് നാളെ സംജാതമാകുന്നു. കുറക്കാവിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിരവധി സജ്ജനങ്ങൾക്ക്, നിരവധി ഭക്തജനങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് അമ്മയുടെ ഈ ചരിത്രപ്രസിദ്ധമായ തിരുവാതിര നാളിൽ ആശംസിക്കുന്നു. മന്നിന്നീശ്വരി വന്ദ്യ ജഗന്മയി ജഗദംബേ, ജയ ജയ ദേവി ജഗദംബേ, ജയ ജയ ഗൗരി ജഗദംബേ, ജയ ജയ ദേവി ജയ ജയ ഗൗരി ജയ ജയ കാളി ജഗദംബേ. വെറ്റിലപറത്തിന് പ്രചുരപ്രചാരം സൃഷ്ടിച്ച ശ്രീ കുറക്കാവ് ദേവീക്ഷേത്രത്തിലെ തിരുവാതിര പൊങ്കലാണ് ഇന്ന് നടന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ പ്രാവശ്യം പൊങ്കാല അർപ്പിക്കുവാൻ എത്തിച്ചേർന്നു. നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ളത് കൂടാതെ അയൽ സംസ്ഥാനത്തുള്ള ഭക്തജനങ്ങളും ഇന്ന് പൊങ്കാല അർപ്പിക്കാൻ നമ്മുടെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നാടിൻ്റെ നാനാഭാഗത്ത് ഭക്തജനങ്ങൾക്ക് പൊങ്കലിടുന്നതിനുള്ള സൗകര്യം ക്ഷേത്രഭരണസമിതി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഭാഗങ്ങളിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ധാരാളം ഭക്തജനങ്ങൾ ഈ പ്രാവശ്യം പൊങ്കലിന് എത്തിച്ചേരുകയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ സമീപത്തുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വർഷത്തെ പുണർത മഹോത്സവം നാളെ നടക്കുകയാണ്. നാളെ രാവിലെ അതിനോടൊപ്പം തന്നെ കാര്യസിദ്ധി പൂജയും നടക്കുന്നു. വളരെ അപൂർവമായിട്ടാണ് കാര്യസിദ്ധി പൂജയും തിരുവുത്സവവും ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ട് വളരെ പ്രാധാന്യമാണ് നാളത്തെ ദിവസം. നാളെ രാവിലെ കാര്യസിദ്ധി പൂജയ്ക്ക് ശേഷം
ഇവിടെ കലശം നടക്കുന്നു. അതിനുശേഷം അന്നദാനം, വൈകിട്ട് 4 മണി മുതൽ എതിരേൽപ്പ്, കെട്ടുകാഴ്ച, വരവേൽപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നു. ഇവിടുത്തെ പൊങ്കാലയിലും കാര്യസിദ്ധി പൂജയിലും ഒക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് വളരെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ധാരാളമായ അനുഭവങ്ങൾ നമ്മളിവിടെ ഭക്തജനങ്ങൾ അറിയിക്കുന്നുണ്ട്. അത് നമ്മൾ മൈക്കിലൂടെയൊക്കെ ഭക്തജനങ്ങളെ അറിയിക്കുന്നു. നിന്നീശ്വരി ജഗദംബേ കുന്നിൻ മകളെ വന്നിന്നീശ്വരി വന്ദ്യ ജഗന്മയി ജഗദംബേ ജയ ജയ ദേവി ജഗദംബേ ജയ ജയ ഗൗരി ജഗദംബേ ജയ ജയ ദേവി ജയ ജയ ഗൗരി ജയ ജയ കാളി ജഗദംബേ. അച്യുത സോദരി ജഗദംബേ വിശ്വവിനോദിനി ജഗദംബേ അച്യുത സോദരി വിശ്വവിനോദിനി ദുഷ്കൃതനാശിനി ജഗദംബേ ജയ ജയ ദേവി ജഗദംബേ ജയ ജയ ഗൗരി. തിങ്ങി നിറഞ്ഞ 10,000ങ്ങൾ ദേവിക്ക് മൺകലങ്ങളിൽ പൊങ്കാല അർപ്പിച്ചപ്പോൾ ഒരു നാട് ഒന്നാകെ ഒരു യജ്ഞശാലയാവുകയായിരുന്നു. കൃഷ്ണപുരം ഒന്നാകെ കുറക്കാവിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ പ്രത്യേക ബസ് സർവീസുകൾ ഉൾപ്പെടെ ഒരുക്കി ഭരണകൂടം പൊങ്കാലയ്ക്ക് എല്ലാവിധ പിന്തുണയും ഒരുക്കി. വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഒഴുകിയെത്തിയ ഭക്തലക്ഷങ്ങൾ പുലർച്ചെ തന്നെ തങ്ങളുടെ അടുപ്പുകൾക്കുള്ള സ്ഥാനം നിർണയിച്ച് പൊങ്കാല ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ജയ ദേവി ജഗദംബേ ജയ ജയ ഗൗരി ജഗദംബേ ജയ ജയ ദേവി ജയ ജയ ഗൗരി ജയ ജയ കാളി ജഗദംബേ. ഓംകാരേശ്വരി ജഗദംബേ ഹ്രീംകാരേശ്വരി ജഗദംബേ ഓംകാരേശ്വരി ഹ്രീംകാരേശ്വരി ഞാൻ കാണും ഹൃദി ജഗദംബേ ജയ ജയ ദേവി ജഗദംബേ. കാട്ടാളനായിട്ടാണ് ഭഗവാൻ മഹേശ്വരൻ ഇവിടെ കുടികൊള്ളുന്നത്. അത് പാശുതാസ്ത്രം അർജുനന് കൊടുക്കുന്നതിന് വേണ്ടി കിരാതഭാവത്തിൽ വിഗ്രഹത്തിൽ ആണ് മഹാദേവൻ കുടികൊള്ളുന്നത്. സാധാരണ ഭഗവാൻ ശിവലിംഗത്തിലാണ്, എന്നാൽ മഹാദേവൻ ഇവിടെ വിഗ്രഹത്തിലാണ് കുടികൊള്ളുന്നത്. മഹാദേവനോടൊപ്പം തന്നെ അമ്മ ധാരകാവതത്തിന് മുമ്പുള്ള ഭാവത്തിൽ വെറ്റില ചരച്ച് അരച്ച് രസിച്ച് നിൽക്കുന്ന ഭാവത്തിലാണ് അമ്മ കുടികൊള്ളുന്നത്. അങ്ങനെ 2 ശ്രീകോവിലുകളും മഹാഗണപതിയും ബ്രഹ്മരക്ഷസും നാഗരാജ, നാഗയക്ഷി, അഖില സർപ്പദൈവങ്ങൾ, മൂർത്തി, യോഗീശ്വരൻ എന്നിങ്ങനെയുള്ള ദേവതകളും നന്ദീശ്വരനോടൊപ്പം ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുകയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് വെറ്റ പറത്തുക. അതിലൊക്കെ ഉപരിയായിട്ട് കാര്യനിവാരണത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, സന്തതി സമ്പത്തിന് വേണ്ടി വിളകളൊക്കെ എടുത്ത് ഓണാട്ടുകാരുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു ചടങ്ങാണ് പറയെടുപ്പ്. അതിപുരാതന കാലം മുതൽക്ക് പുറത്തുപോയി പറയെടുക്കുന്ന രീതി ഈ കുറക്കാവ് ദേവീക്ഷേത്രത്തിൽ നിലനിൽക്കുന്നു. നാൾക്ക് നാൾ ഈ പറ എടുപ്പ് ഏതാണ്ട് 40 ദിവസത്തോളം ഞങ്ങൾ ഈ ഓണാട്ടുകരയുടെ വിവിധ പ്രദേശങ്ങളിൽ പോയി പറക്കെഴുന്നള്ളി പറ സ്വീകരിക്കാറുണ്ട് ഭവനങ്ങളിൽ നിന്നും. അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകിച്ചുള്ള ചടങ്ങെന്ന് പറയുന്നത് ഒരു മാസത്തിൽ 2 കാര്യസിദ്ധി പൂജ, ലളിതാ സഹസ്രനാമവും ശിവഭഗവാന്റെ കീർത്തനങ്ങളും ഉൾപ്പെടുന്ന 2 മണിക്കൂർ നാമജപം. അതിന് ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുകയും അവർക്ക് ഞങ്ങൾ നിത്യവും അവർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിത്യ അന്നദാനമുണ്ട്. അതുപോലെ വർഷത്തിലൊരിക്കൽ ഇവിടെ തിരുപ്പൊങ്കൽ, അമ്മയുടെ മക്കളായിരിക്കുന്ന ഭക്തജനങ്ങൾ അവരുടെ കൈകൊണ്ട് തന്നെ നേദ്യമുണ്ടാക്കി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന തിരുപ്പൊങ്കൽ എല്ലാ ധനുമാസത്തിലെയും
തിരുവാതിര പൊങ്കൽ എന്ന പേരിൽ വളരെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ പൊങ്കൽ നടന്നു വരുന്നു. അത് നാൾക്ക് നാൾ ഈ പൊങ്കലിൻ്റെ പ്രശസ്തി വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ ഈ പുണർതം മഹോത്സവം ഇവിടെ അടുത്തുള്ള ചെമ്പകശ്ശേരി ഇല്ലത്ത് നിന്നും 3 ദേവതകളുടെ അകമ്പടിയോടുകൂടി വാദ്യഘോഷങ്ങളോടുകൂടി ആയിരക്കണക്കിന് ബാലികമാരുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ചമയവിളക്കും താലപ്പൊലിയോടുകൂടി ആനയിച്ച് ഈ ക്ഷേത്രത്തിലെ പുണർത മഹോത്സവം ധനുമാസത്തിൽ നടക്കുന്നു. പൊങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലെ ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്ന തിരുവാതിര പൊങ്കൽ. അമ്മയുടെ ഭക്തജനങ്ങൾ അമ്മയ്ക്ക് അവരുടെ കൈകൊണ്ട് നേദ്യം ഉണ്ടാക്കി സമർപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങാണ് തിരുവാതിര പൊങ്കൽ. ഈ പൊങ്കൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി എല്ലാ ധനുമാസത്തിലും ഒരു വർഷത്തിലെ ധനുമാസത്തിൽ തിരുവാതിര നാളിൽ ഈ പൊങ്കൽ സമർപ്പിക്കുന്നത്. ഈ വർഷവും വളരെ ഭംഗിയായി ഞങ്ങൾക്ക് ഈ പൊങ്കൽ ആഘോഷം നടത്തുവാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും ഊർജ്ജസ്വലമായ ഐക്യത്തോട് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയുടെയും നേട്ടമായിട്ട് ഞങ്ങളതിനെ കാണുന്നു. പൊങ്കാലയ്ക്ക് ശേഷം നടന്ന പൊങ്കാല ദർശന എഴുന്നള്ളത്തായതോടെ ക്ഷേത്രവും പരിസരവും സൂചി കുത്താൻ സ്ഥലമില്ലാത്ത തിരക്കിൽ അമർന്നു. पर्वतनन्दिनी सर्वाधीश्वरी दिव्यमहेश्वरी जगदम्बे जय जय देवी जगदम्बे पर्वतनन्दिनी जगदम्बे सर्वाधीश्वरी जगदम्बे पर्वतनन्दिनी सर्वाधीश्वरी दिव्यमहेश्वरी जगदम्बे जय जय देवी जगदम्बे जय जय गौरी दीनजनावती जगदम्बे दानवनाशिनी जगदम्बे दीनजनावती दानवनाशिनी. തുടർന്ന് 1 മണിയോടെ വിഭവസമൃദ്ധമായ സമൂഹ സദ്യയും ഉണ്ടായിരുന്നു. जय जय देवी जगदम्बे जय जय गौरी जगदम्बे 2015 ഡിസംബർ 27 ഞായറാഴ്ചയായിരുന്നു പുണർതം മഹോത്സവം. അന്ന് തന്നെയുള്ള കാര്യസിദ്ധി പൂജയ്ക്കും ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. श्रये जगदम्बे दानवनाशिनी जगदम्बे दीनजनाश्रये दानवनाशिनी काननवासिनी जगदम्बे जय जय देवी जगदम्बे जय जय गौरी जगदम्बे जय जय देवी जय जय गौरी. അതിപ്രാചീനവും ക്ഷിപ്രഫലദായകവുമായ ഒരു ഭാരതീയ ആചാരമാണ് കാര്യസിദ്ധി പൂജ. ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനായി നടത്തപ്പെടുന്ന ഈ സവിശേഷ പൂജ പക്ഷേ കേരളത്തിൽ ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ എല്ലാവിധ പൂർണ്ണതയോടും കൂടെ നടത്തുന്നുള്ളൂ. നമുക്ക് നാമങ്ങൾ പോലെ നമുക്ക് എന്തായാലും എന്ത് നേടാൻ പറ്റും. പണം കൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മളെ ഹൃദയശുദ്ധിയോടും മനഃശുദ്ധിയോടും അമ്മയുടെ മുൻപലവന്തി ഈ നാമം ജപിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സമാനം കിട്ടുക. അമ്മ അതുപോലെ തന്നെ എല്ലാവരും ഓരോ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നുണ്ട്. എളിമയായ ഒരു കൂട്ടു പ്രാർത്ഥനയാണ്. അമ്മയുടെ മുൻപിൽ അമ്മയ്ക്ക് പ്രിയയായ സഹസ്രനാമം ഇത്തരം ഭക്തജനങ്ങൾ ഒത്തിരി നമ്മൾ ശബ്ദമുയർന്നപ്പോൾ ഇവിടെ ഒരു യാഗശാലയായിട്ടാണ് മാറിയിട്ടുണ്ട്. സഹസ്രനാമ യാഗശാലയായിട്ടാണ് മാറിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് മനസ്സ്
മനസ്സമാധാനം. അതുകൊണ്ടെങ്കിലേ നമ്മൾ ഏത് കാര്യവും നേടാൻ പറ്റും. കേരളത്തിൽ കാര്യസിദ്ധി പൂജ നടത്തുന്ന അതിപ്രധാനമായ ഒരു ദേവസ്ഥാനമാണ് കായംകുളം കുറക്കാവ് ദേവീക്ഷേത്രം. ശ്രീരാജേശ്വരി ജഗദംബേ ശ്രിതജനരക്ഷകി ജഗദംബേ ശ്രീരാജേശ്വരി ശ്രിതജനരക്ഷകി ശ്രീകാർത്യായനി ജഗദംബേ. എൻ്റെ പേര് കൃഷ്ണമ്മ എന്നാണ്. ഞാൻ വയനകത്തുനിന്ന് വരുന്നു. ഞാനിവിടെ അമ്മയെ അടുത്തൊരു 4 വർഷം കൊണ്ട് സ്ഥിരം വരുന്നുണ്ട്. എൻ്റെ മോൻ ഇടയ്ക്ക് ഇങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് PSC ടെസ്റ്റ് എഴുതി. ആ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ അമ്മയെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അമ്മയായിട്ട് അത് സാധിച്ചു തന്നു. അതുമാത്രമല്ല, എനിക്ക് വേറെ പല കാര്യങ്ങളും അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് അമ്മ അതെല്ലാം നടത്തി തരുന്നുണ്ട്. 3 പ്രാവശ്യം, ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പൊങ്കലിടുന്നത്. ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച് പൊങ്കലിട്ട്. ഞാൻ വീണിട്ട് 3 മാസമായി, കാല് സുഖമില്ലാതിരിക്കുക. അത് അമ്മയെടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പൊങ്കലിടാനായിട്ട് കാല് സുഖമില്ലാഞ്ഞിട്ടും വന്ന് ചെയ്യുവാണ്. അങ്ങനെ പൂജയ്ക്ക് ഞാൻ നേരത്തെ വരുമായിരുന്നു. ഇപ്പം പിന്നെ ഇച്ചിരി സാഹചര്യത്തിൻ്റെ ഇതുകൊണ്ട് വരുന്നേം പോകുന്നേ ഉള്ള ഒരു സാഹചര്യക്കുറവുകൊണ്ട് പൂജയ്ക്ക് ഞാനിപ്പോൾ വരുന്നില്ല. അങ്ങനെ കുറക്കാവിലമ്മ എല്ലാവരുടെയും ഒരു രക്ഷകയാണ്. എൻ്റെ പേര് രേഖ. ഞാൻ കൃഷ്ണപുരം ചിറക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരാം, KPSC ജംഗ്ഷന് സമീപം. ഈ കൊറക്കാവിൽ ദേവി, ഞാൻ സ്കൂളിലെ ടീച്ചറാണ്, PKKSM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. ഈ ക്ഷേത്രത്തെപ്പറ്റി ഞാൻ കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പം 2 വർഷമായിട്ട് കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ വിശ്വാസമായി ഇവിടെ വന്നതിന് ശേഷം. അതുപോലെ ഇവിടുത്തെ വെറ്റപുറത്തൽ വഴിപാട് വളരെ പ്രസിദ്ധമാണ്. നമ്മുടെ കാണാതായ വസ്തുക്കളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതെനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. പിന്നീട് അതുപോലെ പൊങ്കാലയിൽ ഞാൻ ആദ്യമായിട്ട് പങ്കുചേരുകയാണ്. ഇനിയും വരും വർഷങ്ങളിൽ വരണമെന്ന് തന്നെയാണ്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും വർഷം. അതുപോലെ ഇവിടുത്തെ സംഘാടനം, പൊങ്കാലയിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടില്ല. വളരെ നല്ല രീതിയിൽ പൊങ്കാലയിടാനും ദേവിയുടെ അനുഗ്രഹം നേടാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് നടന്ന എതിരേൽപ്പിലും കെട്ടുകാഴ്ച ദർശനത്തിലും അഭൂതപൂർവമായ ജനസഞ്ചയമാണ് കുറക്കാവിലേക്ക് ഒഴുകിയെത്തിയത്. അക്ഷരാർത്ഥത്തിൽ തലേദിവസം യാഗശാലയായിരുന്ന ക്ഷേത്രവും പരിസരവും ആഘോഷത്തിന്റെ ഉത്സവലഹരിയിൽ അമരുകയായിരുന്നു. ഒടുവിൽ ഒരു ഉത്സവരാവ് കൂടി സമംഗളം സമാപിക്കുമ്പോൾ ക്ഷേത്ര ധ്വജത്തിൽ നിന്നും ഉയർന്നു നിന്ന ഉത്സവ കൊടിക്കൂറയും തിങ്ങി നിറഞ്ഞ ജനസഞ്ചയവും പരസ്പരം യാത്ര ചോദിക്കുകയായിരുന്നു. വീണ്ടും അടുത്ത വർഷം ഇതേ സ്ഥലത്ത് വീണ്ടും എത്താമെന്ന വാഗ്ദാനം നൽകിയാണ് അവർ പിരിഞ്ഞത്. അനിവാര്യമായ ഒരു ചെറിയ ഇടവേളയിലേക്ക് ഈ ഉത്സവരാവ് പിൻവാങ്ങുകയായിരുന്നു. പ്രണവത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവും. അടുത്തയാഴ്ച മറ്റൊരു മഹാക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി നമുക്കെത്താം. നന്ദി, നമസ്കാരം.